ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ മുല്ലയ്ക്കൽ ചെറുപ്പാണ്. ഞാൻ വീട്ടിലുള്ള മുല്ലയ്ക്കൽ ചെറുപ്പാണ്. ഞങ്ങൾ മുല്ലയ്ക്കൽ ചെറുപ്പിന് പോകാൻ പോവാം. ഞാൻ റെഡി ആയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അത് കാരണം എൻ്റെ മുഖത്ത് ഉറക്കക്ഷീണം കാണും. ഞാൻ ഉച്ച തൊട്ട് റെഡി ആയിരിക്കുക മുല്ലയ്ക്കൽ ചെറുപ്പിന് പോകാൻ. ഇപ്പം രാത്രി 9 മണിയായി. ഇപ്പോഴാണ് നമ്മൾ മുല്ലയ്ക്കൽ ചെറുപ്പിന് ഇറങ്ങുന്നത്. ഈ വലിയ ദേഹമാണ് താമസിച്ചത്. ആ വനം പോകുന്ന വനം കണ്ടോ, ആ വലിയ ദേഹം താമസിച്ചു. ഒരാളെയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ മുല്ലയ്ക്കൽ ചെറുപ്പിന് പോകും. മുല്ലയ്ക്കൽ ചെറുപ്പ് കാണിച്ചു തരാം. ദാറ്റ് ഈസ് ദ ബ്ലോഗ് ഓഫ് ദ ഇന്ത്യ. ഓക്കെ ബൈഡ. എൻ്റെ ഫോട്ടോ കണ്ടോ നിങ്ങൾ? ഫോഗ് തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ക്യാപ്പനെ കൊണ്ടുവന്ന് ഞാൻ വിചാരിച്ചത് ഇനി ക്യാപ്പനെയും കൊണ്ടുവന്നു. വിയർ ലീവിങ്. ശംഭു ബൈക്കിലെ വരണേ. ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് നടക്കണം. കാരണം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ ഇവിടെ പോലും നിൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരാളെയും കാണുന്നില്ല. അവിടെ മുല്ലയ്ക്കൽ ചെറുപ്പ് ഉണ്ടോ എന്ന് ഡൗട്ടായ രീതിയിലാണ് ഉള്ളത്. ശംഭുവൊക്കെ പകുതിയല്ല ഇവിടെ അടുത്തുള്ള ഒരിടം വരെ എത്തി. എന്താ അപ്പുച്ചേട്ടനുണ്ട്. അപ്പുച്ചേട്ടൻ ഞങ്ങളുടെ ബാക്കിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പുച്ചേട്ടനെ കാണുന്നില്ല. ക്യാപ്പ് എൻ്റെ ബാക്കിലുണ്ട്. അച്ഛനും അമ്മയും കൂടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താ അവസ്ഥ എന്ന്. നമ്മൾ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ലൈറ്റ് കെട്ടുപോയി ഗൈസ്. So beautiful, so elegant. നമ്മൾ പെറ്റ് ഷോയ്ക്ക് തീരുമാനിച്ചു. പെറ്റ് ഷോ കണ്ടിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തത് അച്ഛനാണ്. ഹൃദയ ഭാഗത്തേക്ക് വിടാവല. ഇത് പോക്കറ്റയിലാണിത്. ആ മറ്റേ വലിയ സീനായിരുന്നു. ഇത് നമ്മുടെ ഉണ്ടല്ലേ കാണാൻ. വെള്ളക്കീരി അമ്മയുടെ സൗണ്ട് ചെറുക്കൻ മഴ നല്ല സെറ്റായിട്ട് നിൽക്കുന്നു. നല്ല ഉറക്കുക. കോഴിയാണിത്, കോഴി. ഇതില്ലേ നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ. കണ്ടിട്ടില്ലാത്ത ഒരു കളർ കോമ്പിനേഷൻ. കുറെ ഐറ്റം ഉണ്ട് കേട്ടോ. നോർമലി കുതിരയും ഒട്ടകും. അമ്മ ഇത് എഴുന്നേറ്റ് നിന്നിരുന്ന അടിപൊളിയായിരുന്നു അല്ലേ? അച്ഛ ചുമ്മാ ആ യാ ഈ മനുഷ്യൻ ഞാൻ വിചാരിച്ചു കൊത്ത് കിട്ടി. അതാണ് ഒമ്പോ നിക്കണത് ഇപ്പൊ. നോ കം നിയർ. എനിക്ക് പേടിയല്ലോ കൊത്ത് കഴിഞ്ഞ
കണ്ടുപിട്ടിരിക്കുകയാണ്. നമ്മളെങ്ങോട്ട് പോവാം മുമ്പോട്ട്. നമ്മൾ ഭരണി വാങ്ങിക്കാൻ നിന്നു. നല്ല നല്ല സാധനങ്ങൾ കപ്പലിനെ കഴിക്കാൻ വേണ്ടി അത് കൊടുത്താൽ ഹലോ പറഞ്ഞു. നമ്മളിതിലെല്ലാത്തിനും കയറാൻ പോകണം. അത് കണ്ട് ചിരിച്ച് പേടിച്ച് തൂറി ഞാനില്ലാന്ന് പറയുന്ന രേഖ അന്തർജനം നിങ്ങളെയൊക്കെ കൊണ്ട് വന്നല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന അച്ഛൻ. വാങ്ങിക്കേ അമ്മ എടുത്തു തലപ്പാ അച്ഛാ അച്ഛനടുത്ത് കഴിക്കണോ? വേണ്ടേ? ക്യാമറമാൻ വേണുവിനോടൊപ്പം ഞാനും. അമ്മയും മോളും എക്സ്പെർട്ട് സ്മോക്കേഴ്സ്. ഒത്തില്ല 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 ഒത്തില്ല. തൊട്ടിലിൽ കയറാൻ പോവാണ്. അതൊക്കെ മറ്റേ സാധനം കഴിച്ചിട്ട് നാക്കിങ്ങനെ മരവിച്ച പോലെ ഇരിക്കുന്നു. ഇവനിരിക്കുന്നുണ്ടോ? എടാ സോൾ ഔട്ടാടാ. നിർത്താൻ പറ പണ്ടാര കാലോട്. അയ്യോ എന്റെ പൊന്നെ കൊന്നടാ. നെഞ്ചുവനടുക്കുന്നത്. അയ്യോ നെഞ്ചു കത്തി കത്തി ഉണ്ടായിരുന്നോ? ഇതിന് തൊട്ടുമുമ്പ് എല്ലാരും കണ്ടു കുട്ടിയുടെ വീഡിയോ. നമ്മളിവിടെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. അല്ലേ കൂട്ടാ? ഞങ്ങളെ രണ്ടുപേരും കണ്ടാവില്ല. ഞങ്ങളിപ്പോൾ ഉറങ്ങി വീഴുന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അച്ഛൻ്റെ ചുണ്ട് കണ്ടോ? അച്ഛൻ ക്രിക്കറ്റ് കളിച്ച് വീണതാ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ തട്ടുകടയിൽ കയറി ഫുഡ് കഴിച്ചിട്ട് പോകും. കക്കയിറച്ചി പറഞ്ഞത് ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ. എനിക്ക് രാവിലെ ഇവിടുന്ന് വേണം ഇനി ഷൂട്ടിന് പോകാൻ എറണാകുളത്ത്. ഓക്കെ ബൈ.